നമസ്കാരം, ചാഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതിന്റെ ബാക്കിയാണ്. അതായത് കറണ്ട് അഫയേഴ്സ്, 10th പ്രിലിംസിന്റെ കറണ്ട് അഫയേഴ്സ്, മിക്സഡ് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്ലേലിസ്റ്റ് ആക്കി എല്ലാ കറണ്ട് അഫയേഴ്സും ഇട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാ കാണുന്നത് വെച്ചാൽ ഇഷ്ടമുള്ള സമയത്തെടുത്ത് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പം 28-ന് അടുത്ത ശനിയാഴ്ചയാണ് നമുക്ക് എക്സാം വരുന്നത്. മാക്സിമം കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ച് തീർക്കാൻ നോക്കുക. അപ്പോൾ 28-ാം തീയതി ഉള്ളവർ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എക്സാം വരുന്നവരുണ്ട്. അപ്പോൾ ഡേറ്റ് ഒക്കെ വന്നല്ലോ. അപ്പം നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നിട്ട് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുക. ഞാൻ പറയുന്നു 10th പ്രിലിംസിന്റെ കറണ്ട് അഫയേഴ്സ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കറണ്ട് അഫയേഴ്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ പദ്ധതിയുടെ പേരാണ് DC കണക്ട് എന്ന് പറയുന്നത്. പദ്ധതികൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികളുണ്ട്. ഓരോ മാസവും ഒത്തിരി പദ്ധതികൾ ഇറങ്ങുന്നുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് 2023-24 പഠിച്ചു വെച്ചിട്ട് പോവുക. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ പദ്ധതിയുടെ പേരാണ് DC കണക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം എന്ന് വെച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ്. ഓപ്ഷനിൽ കുറെ സത്യാഗ്രഹങ്ങൾ കാണും, മാറിപ്പോകരുത്. വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. അടുത്ത K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2024 ജനുവരി 1-നാണ് K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതുപോലെ 2026-ൽ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം റബാത്ത് ആണ്. എവിടെയാണ്? മൊറോക്കോയിലെ റബാത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് 2026-ല് യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. അപ്പൊ 2025-ല് എവിടെയാണെന്ന് ചോദിച്ചാൽ റിയോ ഡി ജനീറോ. എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത്. 2024-ലാണെങ്കിലോ സ്ട്രാറ്റസ്ബർഗ്, ഫ്രാൻസിലെ സ്ട്രാറ്റസ്ബർഗ് ആണ് കേട്ടോ. അപ്പൊ മൂന്നും പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ എല്ലാം കറണ്ട് അഫയേഴ്സ് തന്നെയാണ് കേട്ടോ. ഏതാണ് ചോദിക്കാന്ന് അറിയില്ല. അപ്പോ അടുത്ത ചോദ്യം, മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക എന്നുള്ളതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിവിൽ ജഡ്ജി എന്നാണ് അതിന്റെ ഉത്തരം. ആരാണ്? മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചാൽ സിവിൽ ജഡ്ജി എന്നാണ്. ഓർത്തിരിക്കാൻ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024-ന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024-ന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. അടുത്തത്, വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? മധുരം. ഓക്കെ, വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? മധുരം പദ്ധതി. അടുത്ത ചോദ്യം, സ്കൂൾ പാഠ്യപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത്? കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് ഇത്? കേരളം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപയാണ്. നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഏതൊക്കെയാണ് ഇൻക്രീസ് ചെയ്തത് അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതെന്ന് വെച്ചാൽ കൊല്ലമാണ്. ഇതാണ് നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ്? കേരളം. ഇപ്പൊ നോക്കിയതാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഏത്? കൊല്ലം ജില്ല. ഓക്കെ ആണല്ലോ. അടുത്ത, രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണെന്ന് വെച്ചാൽ കൊച്ചിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ദൗത്യമാണ് എന്ത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. എന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ്.
ആഭ്യന്തര യുദ്ധം രൂക്ഷമായ എവിടെന്ന് ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ് കേട്ടോ. അടുത്ത് നോക്കാം. 2024 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയാണ് കേട്ടോ. അതിന്റെ പേര് ഈസി വിൻ എന്നാണ് ആ ഭാഗ്യക്കുറിയുടെ പേര്. അപ്പൊ നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ ഭാഗ്യക്കുറി ഡിജിറ്റൽ എന്ന് കാണുമ്പോൾ നമ്മൾ കേരളം കുത്താൻ ചാൻസ് ഉണ്ട്. ഓർത്തിരിക്കുക, മേഘാലയാണ്. കേരളവും ആസാം ഒക്കെ ആയിരിക്കും നമുക്ക്, ആസാം സിക്കിം ഒക്കെ ആയിരിക്കും നമ്മുടെ ഓപ്ഷനിലുള്ളത്. ഓക്കെ, 2024 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയാണ്. ഭാഗ്യക്കുറിയുടെ പേര് ഈസി വിൻ എന്നാണ്. അടുത്ത്, രുദ്രം 2 മിസൈൽ വികസിപ്പിച്ചത് ആരെന്ന് വെച്ചാൽ DRDO ആണ്. 2024 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ആരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. എല്ലാ സ്പോർട്സിന്റെ വേദികളും വിജയിതാക്കളെ നോക്കിയിട്ട് പോവുക. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിടാം. അതിൽ ഈ സ്പോർട്സിന്റെ വേദികളും വിജയികളും ഒക്കെ ഉണ്ട് കേട്ടോ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് ആരെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് ആരെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് വെച്ചാൽ ഒലി എന്ന ആമയാണ് കേട്ടോ. 2023 ആതിഥേയത്വം വഹിച്ചത് ആരാണ്? ഇന്ത്യയാണ്. 2023 ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ആരാണ്? ഇന്ത്യയാണ്. അതിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് വെച്ചാൽ ഒലി എന്ന ആമയാണ്. അടുത്ത, 2024 പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം 84ആണ്. ഇത് റാൻഡം ആയിട്ട് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് കൃത്യമായി ഒറ്റ വീഡിയോ അല്ലെങ്കിൽ ഒരുമിച്ച് ഫുൾ ആയിട്ട് പഠിച്ച് വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിന് കിട്ടി ഇങ്ങനെ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അത് കാര്യമില്ല. ഇതിപ്പോ അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ എന്ത് ചെയ്യുക, പാരീസ് ഒളിമ്പിക്സ് ആയാലും പാരാലിമ്പിക്സ് ആയാലും അതായത് നമ്മുടെ സമ്മർ ഒളിമ്പിക്സും ഇത് പാരാലിമ്പിക്സും എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള അല്ലാതെ ഫുൾ ആയിട്ട് ആരൊക്കെ വിജയികൾ, ആരൊക്കെ പങ്കെടുത്തു, ആർക്കൊക്കെ എന്തിനൊക്കെ കിട്ടി, എത്ര മെഡൽ കിട്ടി, അതെല്ലാം കൃത്യമായി പഠിച്ചു വെക്കുക. എന്ത് വേണോ ചോദിക്കാം നമുക്ക് എക്സാമിന്. അപ്പോ 2024 പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 84ആണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ എന്ന് വെച്ചാൽ കൊട്ടാരക്കരയാണ് കേട്ടോ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്താണെന്ന് വെച്ചാൽ 2024 ഏപ്രിൽ 26 ഓക്കെയാണ്. ഇതാണ് 18ാമതാണ് കേട്ടോ. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്താണെന്ന് വെച്ചാൽ 2024 ഏപ്രിൽ 26 കേട്ടോ. അടുത്ത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത്. 2024 കേളപ്പജി പുരസ്കാര ജേതാവ് PV ചന്ദ്രനാണ്. PV ചന്ദ്രൻ. അപ്പൊ പുരസ്കാരങ്ങളെല്ലാം പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാ കറണ്ട് അഫയേഴ്സും പഠിച്ചിട്ട് പോവുക കേട്ടോ. ഒരുവിധം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് എവിടെന്നാ കറണ്ട് അഫയേഴ്സ് ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എവിടെന്നാ ചോദിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ മാക്സിമം നമ്മൾ പഠിച്ചാൽ മാക്സിമം നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടായാലും മന്ത്ലി കറണ്ട് അഫയേഴ്സ് 2023-24 കംപ്ലീറ്റ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ്, നമുക്ക് ടോപ്പിക് വൈസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, പുരസ്കാര ജേതാക്കളൊക്കെ ഉണ്ട്, അതെന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചിട്ട് പോവുക. അടുത്തത്, ഇന്ത്യയിൽ ജല ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ജല ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ജല ബജറ്റ് മാത്രമല്ല, ആദ്യമായിട്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? കേരളം തന്നെയാണ്. അപ്പൊ കേരളമാണ് ആദ്യമായിട്ട് എന്ത് ജല ബജറ്റും പരിസ്ഥിതി ബജറ്റും അവതരിപ്പിച്ചത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജല ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ്, പരിസ്ഥിതി ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചതും കേരളം തന്നെയാണ്. അടുത്തത്, 2023 ഏപ്രിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗവ്യാപനത്തിന് കാരണമായ ഒമിക്രോണിന്റെ വകഭേദമാണ് ചോദിക്കുന്നത്. XBB 1.16 എന്നാണ് കേട്ടോ. അടുത്ത, 2024 സെപ്റ്റംബറിൽ കേരളത്തിൽ ഏതു ജില്ലയിലാണ് എംപോക്സ് ക്ലേഡ് 1B വകഭേദം സ്ഥിരീകരിക്കപ്പെട്ടത്? മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. അപ്പോ സെപ്റ്റംബറിൽ എന്താണ്, 2024 സെപ്റ്റംബറിൽ ഏതു ജില്ലയിലാണ് എംപോക്സ് ക്ലേഡ് 1 വകഭേദം സ്ഥിരീകരിക്കപ്പെട്ടതെന്ന് വെച്ചാൽ മലപ്പുറമാണ് കേട്ടോ. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 6ാം സ്ഥാനമാണുള്ളത്. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 6ാം സ്ഥാനമാണുള്ളത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ്? ഓർഡർ എന്നാണ് ആ പോർട്ടലിന്റെ പേര്. എന്താണ്? ഓർഡർ എന്നാണ് ആ പോർട്ടലിന്റെ പേര്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിന്റെ പേര് എന്താണ്? ഓർഡർ എന്നാണ് കേട്ടോ. അടുത്തത്, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച
ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചതെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ഓക്കെ, ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചതെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ഉത്തരം. അതുപോലെ മറ്റൊരു ചോദ്യം, 2024 ജനുവരി 16-ന് 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരും കുമാരനാശാനുമാണ് നമ്മൾ ആചരിച്ചത്. അത് മറന്നു പോരുത്, മാറിപ്പോവരുത്. ഇത് 150 ഇത് 100ാം ചരമവാർഷികമാണ്. ഓക്കെയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. അതുപോലെ ജല അഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയുടെ പേര് ഏതാണ്? പെരിയാറിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോ ജല അഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഒരു 6 നദികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നദി ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ് കേട്ടോ. അപ്പൊ ഇതാണ് മിക്സഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ബാക്കിയുള്ളത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കാണുക. ഞാൻ വീണ്ടും പറയുന്നു, 10th പ്രിലിംസിന് കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മാക്സിമം പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിച്ചിട്ട് പോവുക. ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് അടുത്ത 28ാം തീയതിക്ക് മുന്നേ എക്സാം ഉള്ള 28ാം തീയതി എക്സാം ഉള്ളവർ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ടോപ്പിക് കറണ്ട് അഫയേഴ്സിന്റെയും മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെയും പ്രത്യേകം എന്ത് ചെയ്യാം പ്ലേലിസ്റ്റുകളുണ്ട്. നിങ്ങൾ ഫുൾ അത് കണ്ടിട്ട് പോവുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ.